ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ അല്ലാ, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകണ്ടവരാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു തരും. ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും, നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചിരിക്കുക. ആശയങ്ങളും തമ്മിലാവട്ടെ പോരാട്ടം. വ്യക്തികളിലേക്ക് ഒരാളെ മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, നിറത്തിന്റെ പേരില് ഒരിക്കലും അധിക്ഷേപിക്കരുത്. അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആശയം പറയട്ടെ, നമ്മൾ അതിന്റെ മേലെ നമുക്ക് ആശയം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കോച്ചേരിൽ അമ്മായി പറഞ്ഞ പരിപാടി നമ്മളേല് അംഗീകരിക്കില്ല കേട്ടോ. ഒരു പരിപാടി നടക്കില്ല. അത് അങ്ങണ്ടായാലും എങ്ങണ്ടായാലും ആരേനായാലും അംഗീകരിക്കില്ല, ഒരു ഇഞ്ചിക്ക് അംഗീകരിക്കില്ല ഈ സാധനം. ഉസ്താദേ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് പരിപാടി നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ. ഉസ്താദിന്റെ മുഖം ഇങ്ങനെ വികൃതമായി ചിത്രീകരിച്ച ചാണക്യ ന്യൂസിലെ പുണ്ടേ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നിനക്ക് തന്ത ഇല്ലാത്തന്റെ കഴപ്പല്ല നീ കാണിച്ച്, നിനക്ക് തന്തയുടെ എണ്ണം ഉണ്ടല്ലോ അതറിയാത്തന്റെ കഴപ്പാ നീ കാണിച്ച്. അതായത് അസ്സലാമു അലൈക്കും. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിച്ചു. ചാണക്യ TV എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. നമ്മുടെ അൻസാർ സുഹരി ഉസ്താദിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് അതിൻ്റെതായ അദ്ദേഹം എഴുതിയ കമൻറ്റുകളും വളരെ മോശമാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം അതിനെ താഴത്തെ എഴുതിയ കമൻറ്റുകളടക്കം വളരെ വൃത്തികെട്ടതാണ്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഇതിനെതിരെയൊക്കെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണോ തീരുമാനിച്ചത് അതിൻ്റെ നേരെ വിപരീതമാണ് അനുഭവമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സാമൂഹിക നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അൻസാർ സുഹരി ഉസ്താദ്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഹൈന്ദവ മതവിശ്വാസികൾക്ക്. കാരണം വീടില്ലാത്തവർക്ക് വീടായിട്ടും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായിട്ടും മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഓടി നടന്ന് പിരിവുകൾ നടത്തിയിട്ട് അവരുടെ ജീവിതത്തിന് ഒരു കൈത്താമാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്ന മനുഷ്യനാണ് ഈ അൻസാർ സുഹരി ഉസ്താദ്. അദ്ദേഹം ഒരു പള്ളിയിലെ ഖതീബ് കൂടിയാണ്. അവിടെ റൂമിൻ്റെ പുറത്ത് ഒരുപാട് പേർ ഇപ്പോഴും പോയി കാവൽ നിൽക്കുകയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട രീതിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അവരുമായിട്ട് ആശയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആശയങ്ങളായിട്ട് അതുമായി പോരാടണം. അൻസാർ സുഹരി ഉസ്താദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ പച്ചക്ക് വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അതിലും കൂടുതൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ബെറ്ററായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളാണ് ശരി എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് വെക്കുക. ആശയങ്ങളും പോരടിക്കട്ടെ. എന്നിട്ട് ഏതാണ് ശരി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ബൈജു എന്ന് പറയുന്ന വൃത്തികെട്ടവനോട് എനിക്ക് പറയാനുള്ളത്, നീ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പക്ഷേ ഇത് നിർത്തുന്നതാണ് എന്തുകൊണ്ടും നിനക്കും നിൻ്റെ ഈ ചാണക്യൻ TVക്കും നല്ലത് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും അൻസാർ സുഹരി ഉസ്താദിന് ഈ ഒരു പോസ്റ്റ് വന്നതോടുകൂടി സമൂഹ മാധ്യമങ്ങളിലുള്ള പിന്തുണ ഒന്നുകൂടി ഡബിളായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഒരു കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മറ്റ് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാരല്ല ആദ്യം പ്രതികരണവുമായിട്ട് എത്തിയത് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഹിന്ദുക്കളായ ഹൈന്ദവരായ ക്രിസ്ത്യാനികളായ ഒരുപാട് പേർ പിന്തുണയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ പോലും ചെയ്യുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ വളരെ പച്ചക്ക് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. 2 ഹൈന്ദവ സുഹൃത്തുക്കളുടെ വർത്തമാനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം അൻസാർ സുഹരി ഉസ്താദിന് എന്താണ് നമ്മോട് പറയാനുള്ളത് അതുകൂടി നമുക്ക് കാണണം. ഏതായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ ആദ്യം ഒന്ന് കണ്ടതിന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യം ഒരു ഹൈന്ദവ സുഹൃത്ത് പറയുന്ന മറുപടി കേൾക്കാം. അതിനുശേഷം നമുക്ക് അൻസാർ സുഹരി ഉസ്താദിന് കൊടുത്ത മറുപടി കേൾക്കാം. അതിനുശേഷം മറ്റൊരു ഹൈന്ദവ സഹോദരൻ കൊടുത്ത മറുപടി കൂടി കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഒരു ഹൈന്ദവ സഹോദരൻ കൊടുത്ത മറുപടിയിലേക്ക്. ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ അല്ലാ, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. ഇത് എന്തിന്റെ പേരിൽ ചെയ്തതാണെങ്കിലും അംഗീകരിക്കാൻ പാടില്ല, അംഗീകരിക്കരുത്.
ആശയങ്ങളും തമ്മിലാവട്ടെ പോരാട്ടം. വ്യക്തികളിലേക്ക് ഒരാളെ മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, നിറത്തിന്റെ പേരില് ഒരിക്കലും അധിക്ഷേപിക്കരുത്. അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആശയം പറയട്ടെ, നമ്മൾ അതിന്റെ മേലെ നമുക്ക് ആശയം ഉണ്ടെങ്കിൽ അത് പറയേ. ആശയങ്ങളും തമ്മിൽ പോരാടാൻ നിങ്ങൾക്ക് എന്തത്ര മടി? രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടൊന്നും എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയവും എല്ലാ ആശയവും ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. എതിർപ്പുകൾ ഉണ്ടാവും. അതിന് വ്യക്തിഹത്യ ചെയ്യലല്ല അതിന്റെ മാർഗം. അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലല്ല അദ്ദേഹത്തിന് കളിയാക്കേണ്ടത്. ആരാണ്ട് അവിടെ എല്ലാം തേഞ്ഞൂരുള്ളത്? ഒന്ന് പറയുങ്ങള്. എല്ലാ തേഞ്ഞമാരൊക്കെ ആരുള്ളത്? എന്നാ പിന്നെ വല്ല ചില്ലും കൂട്ടിൽ കയറിയിട്ട് മെഴുകുതിരി എത്തിക്കാടാ എല്ലാവരെയും. അത്ര വലിയ പുണ്യാളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ തൊലിക്കളറ് ഇതൊക്കെ ഒരു നിസ്സാര പരിപാടിയുള്ളടാ. ഒരു തളച്ച വെള്ളം വീണ മോന്തേമയ്ക്ക് വീണ കഴിഞ്ഞറായി ചിലക്കലും ഈ കാട്ടിക്കൂട്ടിലും ഈ അഹങ്കരിക്കലൊക്കെ. മോന്തൊന്ന് ടാറിൽ ഒരഞ്ഞാൽ മതിയാ റോട്ടിൽ കൂടെ പോകുമ്പോ അവിടെ കഴിഞ്ഞ് പരിപാടിയൊക്കെ. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കോച്ചേരിൽ അമ്മായി പറഞ്ഞ പരിപാടി നമ്മളേല് അംഗീകരിക്കില്ല കേട്ടോ. ഒരു പരിപാടി നടക്കില്ല. അത് അങ്ങണ്ടായാലും എങ്ങണ്ടായാലും ആരേനായാലും അംഗീകരിക്കില്ല. ഒരു ഇഞ്ചിക്ക് അംഗീകരിക്കില്ല ഈ സാധനം. ഉസ്താദേ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് പരിപാടി നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം പറയുകയാണ് ആശയങ്ങളുമായിട്ട് പോരടിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അൻസാർ സുഹൈരി ഉസ്താദിന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഐക്യത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, അതുപോലെ തന്നെ ഒരുപാട് സമാധാനത്തിൻ്റെയാണ്. ഇത്തരത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽപ്പെട്ട വർഗീയ പരാമർശങ്ങൾക്കും അതുപോലെ തന്നെ കോപ്രായങ്ങൾക്കും ഒന്നും തന്നെ യാതൊരു സ്ഥാനവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ വളരെ സന്മയത്വത്തോടുകൂടി ആ ഉസ്താദിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ആ ഒരു ഫോട്ടോയ്ക്കെതിരെ അൻസാർ സുഹൈരി ഉസ്താദ് തന്നെ വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് അത് കാണാം. ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോ ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകേണ്ടവരാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു തരും. ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും, നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചിരിക്കുക. അങ്ങനെ ആശയത്തിൽ ഉറങ്ങിയിരുന്നാലോ കാലാന്തരത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ യാസീൻ സൂറത്തിലെ ആ ഭാഗം എഴുതി. ഏതാ ഭാഗം ഞാൻ ഓതിയത്? നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. അത് നമുക്ക് ശേഷം വരുന്ന ജനതയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സത്യത്തിനൊപ്പമാണിയെങ്കിൽ, ശരിക്കൊപ്പമാണിയെങ്കിൽ, നിങ്ങൾക്ക് ഈ മൂക്കിപ്പൊടി എന്ന് പറഞ്ഞ സാധനം അറിയോ? നമ്മളിങ്ങനെ വലിക്കുന്ന ചില ആളുകൾ, നിങ്ങളുടെ നാട്ടിൽ വലിക്കും അങ്ങനെ ആളുകൾ, ആ മൂക്കിപ്പൊടി. ഇത് ആദ്യം വലിക്കുന്ന സമയത്ത് പിടുത്തം വിട്ട തുമ്മല, ഭയങ്കര തുമ്മല. സുറുമ ആദ്യമായിട്ട് എഴുതുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞെഴുതും. എല്ലാ ദിവസവും സുറുമ ഇട്ടാലാ കണ്ണീന്ന് വെള്ളം വരില്ല. എല്ലാ ദിവസവും മൂക്കിപ്പൊടി വലിച്ചാലാ അവന്റെ അടുത്ത് നിൽക്കുന്ന ആള് അവനൊരു 150 തുമ്മലും ഇവന്റെ മൂക്കിപ്പൊടി വലിച്ചിട്ട് ബസ് സ്റ്റോപ്പിലുള്ള മുഴുവൻ ആളുകളും തുമ്മും. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു വിഷയമേ അല്ല. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വർഗീയത വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ തന്നെ ഉള്ളടോ. സോഷ്യൽ മീഡിയക്കപ്പുറം സ്നേഹത്തിൻ്റെ ഒരു മഹാലോകം ഉണ്ടെന്നേ. നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടില്ലേ നമ്മുടെ നാടാകപ്പാടം മാറിപ്പോയി, മനുഷ്യരൊക്കെ ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും അറിയാത്ത, ഈ പ്രചരണങ്ങളെ ഒന്നും ഭാഗമാകാത്ത അനേകായിരം മനുഷ്യരുണ്ട്. അവരുടെ കണ്ണിലൂടെ മനുഷ്യരെ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. അവരോടൊപ്പം നമ്മളൊന്ന് ചേർന്നിരുന്ന് നോക്കിയേ, ഒന്ന് മനസ്സ് തുറന്നു നോക്കിയേ, സ്നേഹത്തിൻ്റെ മഹാലോകം നമുക്ക് കാണാൻ കഴിയും. അവരോടൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ ഒരു മാലയിലും മുത്തുപോലെയാണ്. ഒട്ടിയല്ലാതെ ചേർന്നല്ലാതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ അനേകായിരം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മനുഷ്യരാണ്, മനുഷ്യർക്കൊപ്പം. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് കേട്ട് കാണും. തീർച്ചയായിട്ടും നമ്മൾക്കും നമ്മളെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അൻസാർ സുഹൈരി ഉസ്താദ് എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാവണം. അദ്ദേഹത്തിന് ദീർഘായുസ്സോടുകൂടി ഇനിയും ഒരുപാട് കാലങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അറിവില്ലാത്തവർക്ക് അറിവ് പകരാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ദീർഘായുസ്സോടുകൂടി പ്രവർത്തിക്കാനുള്ള ആരോഗ്യം പടച്ചു തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽപ്പെട്ട പല ഓലപ്പാമ്പുകളും പാട്ടി പല ആൾക്കാരും പേടിപ്പിക്കാൻ വേണ്ടി നോക്കും. ഉസ്താദ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഉസ്താദ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആദ്യമായിട്ട് മൂക്കിൽ പൊടി പഠിക്കുന്ന സമയത്ത്
തുമ്മി അതിൻ്റെ ഉപ്പാടിളകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വിഷയമല്ലാതെ മാറും. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ചില വർഗീയവാദികളുടെ ഇത്തരം പരാമർശങ്ങളും ഇത്തരം ചേഷ്ടകളും എല്ലാം തീർച്ചയായിട്ടും നമ്മളതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നത് തന്നെയാണ് ബെറ്റർ. അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ അവരുടെ സമുദായത്തിൽ തന്നെ പെട്ട അവരുടെ സഹോദരങ്ങളാണ് ഇത്തരത്തിൽപ്പെട്ട പരാമർശങ്ങളും പിന്തുണയുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹൈന്ദവ സുഹൃത്ത് കൂടി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് കേട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്രമാത്രം അൻസാർ സുഹരി ഉസ്താദിനെ സ്നേഹമാണ്, ഇഷ്ടമാണ്, കൂട്ടിച്ചേർക്കലാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി കാണാം. ഉസ്താദിന്റെ മുഖം ഇങ്ങനെ വികൃതമായി ചിത്രീകരിച്ച ചാണക്യ ന്യൂസിലെ പുണ്ടെ, എനിക്ക് നിന്നോട് ഒന്നേ പറയാള്ളൂ. നിനക്ക് തന്തയില്ലാത്തന്റെ കഴപ്പല്ല നീ കാണിച്ച്, നിനക്ക് തന്തയുടെ എണ്ണം ഉണ്ടല്ലോ അതറിയാത്തന്റെ കഴപ്പ നീ കാണിച്ച്. അതായത് ഒരുപാട് ആള് കയറി ഇറങ്ങിയോണ്ട് ഏതാ നിന്റെ തന്ത നിനക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിനൊക്കെ നമ്മളെ നാട്ടിൽ എന്താ പറയാന്നറിയാം, ആശയം കൊണ്ട് മുട്ടാൻ കഴിയില്ലെങ്കിൽ ആസനം കൊണ്ട് തൂറി എറിയുക എന്നാണ് നമ്മളൊക്കെ ഇതിന് പറയാറ്. പിന്നെ അൻസാരി ഉസ്താദ് പറയുന്നത് കുറെ ആക്കണ്ടല്ലോ, നല്ലോണം കൊള്ളുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഇതൊക്കെ. അപ്പോഴെന്താണ് തന്തയുടെ എണ്ണ അറിയാത്ത കഴപ്പ് കാണിച്ച ചാണക്യ ന്യൂസ് കാണിച്ച് ഈ തന്തയുടെ എണ്ണ അറിയായ്മ കണ്ട് കോൾമയിർ കൊള്ളുന്ന ഇവന്റെ ആരാധകർക്കും എന്റെ ഒരു നടുവിരൽ നമസ്കാരമല്ലോ. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് പ്രതികരണങ്ങൾ വന്നു. വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ എന്താണോ ബൈജു ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണോ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് അതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അൻസാർ സുഹരി ഉസ്താദിന് സമൂഹത്തിലുള്ള ജനപിന്തുണ ഒന്നുകിൽ പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കൂടി എന്ന് വേണമെങ്കിൽ ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് അതാണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ കമൻറ്റ് ബോക്സ് മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ തന്നെ പെട്ട ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ തന്നെ തെറിവിളിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അദ്ദേഹം എന്താണോ വിചാരിച്ചത്, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഈ ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ ഒരുപാട് വീടുണ്ടാക്കി കൊടുക്കുന്നു, മരുന്ന് വാങ്ങി കൊടുക്കുന്നു, സ്നേഹസമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് വിരളി പിടിച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽപ്പെട്ട ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നത്. കാരണം ഇദ്ദേഹം ഭാവിയിലേക്ക് എന്തോ ഒരു വലിയ സംഭവമായി പോകുമെന്നുള്ള ഒരു പേടി അത് അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പോസ്റ്റ് എല്ലാം പിൻവലിച്ച് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു മാപ്പ് പറയുകയാണ് വേണ്ടത്. കാരണം ഇതൊന്നും ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ന് വരെ ഒരുത്തനെയും മോശമായ രീതിയിൽ ഒരു വാക്ക് കൊണ്ട് പോലും അൻസാർ സുഹരി ഉസ്താദ് നോവിക്കുന്നത് നമ്മൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ഹൈന്ദവ സഹോദരൻ പലപ്പോഴായിട്ട് അൻസാർ സുഹരി ഉസ്താദിനെ കുറിച്ച് പറയുന്നതെല്ലാം നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതും എടുത്തു നോക്കാം. പറയുന്നത് നമ്മുടെ സഹോദര മതസ്ഥരെ എല്ലാം നമ്മൾ സ്നേഹിക്കണം, അവരുമായിട്ട് ഒരിക്കലും നമ്മൾ വൃത്തികെട്ട യാതൊരു വാക്കുകൊണ്ട് പോലും പോരാടാൻ വേണ്ടി പാടില്ല, ആശയങ്ങൾ കൊണ്ട് പോരാടണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഉസ്താദ് പറയുന്നുണ്ട്, നല്ല കാര്യമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഇസ്സത്തോടു കൂടി നമ്മൾ പിടിച്ചു നിൽക്കുക, ആത്യന്തികമായിട്ട് നമുക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് അൻസാർ സുഹരി ഉസ്താദ് പറയുന്നു. ഏതായാലും അത് തന്നെയാണ് സത്യം. ആത്യന്തികമായിട്ട് ഉസ്താദ് പറഞ്ഞതുകൂടെ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇത്തരത്തിൽപ്പെട്ട ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ബൈജു അത് കീശയിലാക്കി മടക്കി വെച്ചാൽ മാത്രം മതി. ഏതായാലും നിനക്കുള്ളത് നിന്റെ ആൾക്കാർ തന്നെ തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. ഇതുകൊണ്ടും നീ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഇത്തരം പരാമർശങ്ങളും എല്ലാം വീണ്ടും നിനക്ക് കാണാം. അതുകൊണ്ട് നീ തൃപ്തി അണയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. കാരണം ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ അറിയണം. കാരണം ആശയങ്ങൾ കൊണ്ട് പോരാടി വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ കൈക്കരുത്തും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നത് ഒരിക്കലും ഒരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ അൻസാർ സുഹരി ഉസ്താദിന് ഒരു ഐക്യദാർഢ്യം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായും ഉസ്താദിന് ഒരുപാട് ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.